കോച്ചില്ല. അവിടുന്ന് അമൽ സാറാണ് എന്നെ ക്രിക്കറ്റിലേക്ക് കൊണ്ടുവന്ന് തന്നെ. അവിടുന്ന് ഞാൻ KCA ക്രിക്കറ്റ് അക്കാഡമിയിൽ വന്നു. അവിടുന്നാണ് പിന്നെ എൻ്റെ ഉയരങ്ങളൊക്കെ അവിടുന്നാണ്, ഉയർച്ചകളൊക്കെ അവിടുന്നാണ് ഉണ്ടായത്. ഞാൻ സ്റ്റേറ്റ് ടീമിൽ പങ്കെടുത്തു. അവിടുന്ന് എനിക്ക് ZCA, NCA അങ്ങനെ കുറെ കടമ്പകൾ ഉണ്ടായിരുന്നു. ഇതിപ്പോ എന്റെ 7ാമത്തെ വർഷം ക്രിക്കറ്റ് കരിയറിൽ. എന്താണ് ഞാനൊരു വേൾഡ് കപ്പ് കളിച്ചത്, Under-19 ആണെങ്കിലും ഒരു വേൾഡ് കപ്പ് കളിച്ചത് എന്റെ 7 വർഷത്തെ പ്രയത്നത്തിൽ നിന്നാണ്. ഇപ്പോഴും ഞാൻ എവിടെ എത്തിയെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് ഇനിയും പോകാനുണ്ട്. WPL പെർഫോം ചെയ്താൽ എനിക്കൊരു സീനിയർ ടീമിലേക്ക് ഇടം നേടാൻ പറ്റില്ല. ഇനിയും ഒരുപാട് പോകാനുണ്ട്. പിന്നെ ഇത്രയും ചെറിയ സമയത്തില്, ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും നല്ലൊരു പ്രോഗ്രാം ഇവിടെ സ്വീകരിച്ചതിന് എനിക്കൊരു നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ചെറിയ ചെറിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് വലിയ വലിയ സാധനങ്ങളാണ് എനിക്ക് നല്ല. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതില്. എല്ലാവർക്കും നന്ദി, ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി, ആദരിച്ച എല്ലാവർക്കും നന്ദിയുണ്ട്. ചെറിയ കാര്യമാണ്, നമുക്ക് വലിയ അഭിമാനമുണ്ട്. പക്ഷെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാടിന്റെ എല്ലാ അഭിമാനവും പുരുഷന്മാരല്ല, സ്ത്രീകളാണ്. ഞാൻ സ്ത്രീകൾക്ക് വലിയ ആവേശം. സത്യസന്ധമായി നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. ജോഷിത സ്ത്രീയാണ്. ജോഷിതയാണ് ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ അഭിമാനം. മിന്നുമണി, സജിന സജീവൻ, ക്രിക്കറ്റിലും 3 പേരങ്ങനെ. സിനിമയിലാണെങ്കിൽ സ്വന്തമായ ഒരു സിനിമ സംവിധാനം ചെയ്ത ആദ്യത്തെ വനിതാ സംവിധായിക എന്ന് വേണമെങ്കിൽ പറയാവുന്ന വയനാട്ടുകാരി സ്റ്റെഫി സേവിയറാണ്. ബേസിലൊക്കെ ഉണ്ടെങ്കിലും സ്റ്റെഫി ഒരു വനിത എന്നുള്ള രീതിയിൽ ആദ്യത്തെ IAS ശ്രീധന്യാണ്, ഒരു പെൺകുട്ടിയാണ്, ശ്രീധന്യ സുരേഷ്. ഇനി കിടപ്പ് രോഗിയായ ശേഷം സിവിൽ സർവീസ് ക്ലിയർ ചെയ്തത് ഷെറിൻ ഷഹാനയാണ്, അതും വനിതയാണ്. വനിതകൾ എപ്പോഴും വയനാടിന് വലിയ അഭിമാനമുള്ള കാര്യമാണ് എന്നുള്ളതാണ്. അപ്പം അതിലേക്ക് ഒരാൾ കൂടി വന്നു എന്നുള്ളതാണ്. ഇപ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. നമ്മുടെ പാരൻസാണ്. ഞാൻ എപ്പോഴും പറയാവുന്ന, ഞാൻ എൻ്റെ സ്കൂളുകളിലെല്ലാം ഞാൻ സ്ഥിരമായി പറയുന്നൊരു കാര്യമാണ്, നമുക്ക് മക്കൾക്ക് ജീവിതത്തിൽ, ഇപ്പോൾ ജോഷിതയ്ക്ക് അത് ഈ പ്രായത്തിൽ ചിലപ്പോൾ അത് എൻ്റെ ഒരു മിറാക്കിൾ അല്ലെങ്കിൽ അത് എത്രത്തോളം ഉൾക്കൊണ്ടു എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരിക്കൽ നമ്മൾ വലിയ കഷ്ടപ്പെട്ട് പാരൻസ് നമ്മളെ വളർത്തും, ഭയങ്കര സ്ട്രഗിളൊക്കെ ചെയ്ത് ബുദ്ധിമുട്ടിയൊക്കെ വളർത്തും. അവർ നമ്മളിൽ നിന്ന് തിരിച്ചു പ്രതീക്ഷിക്കുന്നതൊന്നുമില്ല എന്നുള്ളത്. അതൊരാളുടെ കാര്യത്തിലല്ല, നമ്മളുടെയൊക്കെ കാര്യത്തിൽ. പക്ഷേ നമുക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒറ്റ കാര്യമാണ്, നമ്മളുടെ പേരിൽ നമ്മളുടെ രക്ഷിതാക്കൾ ഒരിക്കലും അറിയപ്പെടുക എന്നുള്ളതാണ്. ഓരോ മക്കൾക്കും അവരുടെ രക്ഷിതാക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നേട്ടം. അത് ഈ ചെറിയ പ്രായത്തിൽ ജോഷിനിക്ക് അത് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രൗഡായി.